RSSന്റെ നീക്കം ഇതാണ്. രണ്ടാം മോദി സർക്കാരിൽ സമ്പൂർണമായ ആധിപത്യം മോദിക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും മാറ്റാൻ RSS വിചാരിച്ചാലും കഴിയില്ല എന്ന് അവർക്കറിയാം. എന്നാൽ ഇപ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. ഈ കാരണം കൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് നല്ല രീതിയിൽ പ്രഷർ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും കസേരയിൽ നിന്നും തൂത്തെറിയപ്പെടാമെന്ന് നരേന്ദ്രമോദിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ 5 കൊല്ലം കാലാവധി എന്നത് വെറും മോഹം മാത്രമായിരിക്കുമെന്ന് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി മല്ലികാർജുൻ ഖാർഗെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പതാക ഉയർത്താം എന്നായിരുന്നു നരേന്ദ്രമോദിയോട് വെല്ലുവിളി ഉയർത്തിയത്. ഇപ്പോൾ BJPയുടെ സൈബർ ഇടങ്ങളിലൊക്കെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വന്ന പോസ്റ്റ് നരേന്ദ്രമോദി ഇതാ വീണ്ടും ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയല്ലോ, കണ്ട് കുളിരണിയുക എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. വാസ്തവത്തിൽ നരേന്ദ്രമോദിക്ക് തന്നെ കൃത്യമായി അറിയാം, കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരിൻ്റെ പ്രധാനമന്ത്രി മാത്രമാണ് താൻ. അതായത് NDA എന്ന ഇപ്പോഴത്തെ തട്ടിക്കൊള്ളിച്ച ഈ മന്ത്രിസഭയുടെ കാവലാൾ മാത്രം, ചൗക്കിദാർ എന്ന് നരേന്ദ്രമോദി സ്വന്തമായി എപ്പോഴും പറയുമ്പോൾ രാഹുൽ ഗാന്ധി അതിന് മറുപടി കൊടുത്തത് ശക്തമായ രീതിയിലായിരുന്നു. ആ വാക്കിനെ വളച്ചൊടിച്ച് മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് രാഹുൽ ഗാന്ധിയെ കുടുക്കിക്കളയാം എന്നതായിരുന്നു BJPയുടെയും ടീമിൻ്റെയും വ്യാമോഹം. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ കുടുക്കി അത്തരത്തിൽ അദ്ദേഹത്തിനെ തേജോവധം ചെയ്യാമെന്നും അദ്ദേഹത്തിനെ MP സ്ഥാനം ഇല്ലാതാക്കാമെന്നും ഒക്കെ വ്യാമോഹിച്ചു. ഇടയ്ക്ക് വെച്ച് വയനാട് MP സ്ഥാനം അയോഗ്യമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ, എല്ലാ നാറിയ കളികൾക്കും സ്പീക്കർ ഓം ബിർള കൂട്ടുനിന്നു. ഇതിൻ്റെ എല്ലാ തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുക. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എല്ലാത്തിനും കണക്ക് തീർക്കും എന്നുള്ളത് വാസ്തവം. ഓം ബിർള മാത്രമല്ല, നരേന്ദ്രമോദിക്കും 8ൻ്റെ പണി കൊടുക്കാനാണ് രാഹുൽ ഗാന്ധി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണോ തന്നെ അപമാനിച്ചത് അതിൻ്റെ 10 ഇരട്ടിയായി തിരിച്ചു കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് അറിയാം. കാരണം കണക്ക് തീർക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും പാർലമെൻറ്റിലേക്ക് 10 മടങ്ങ് ശക്തിയോടെ വിജയിച്ച് വന്നിരിക്കുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് റായ്ബറേലിയിൽ വിജയിച്ചത്. അതുപോലെ തന്നെയാണ് വയനാട്ടിലും. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായി നിർദ്ദേശം വെച്ചിരിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: ഡെപ്യൂട്ടി സ്പീക്കർ പദവി. അത് ദിവസങ്ങൾ എണ്ണപ്പെടുന്നതിനകം നൽകിയില്ല എന്നുണ്ടെങ്കിൽ, കാൽ കീഴിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വരും ഓം ബിർള എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്.